Hi, hello, welcome back to SP Future. You are listening to സാദിഖ് പള്ളിക്കൽ. മക്കളെ, പൊന്നുമക്കളെ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ അനാലിസിസിലെ ഫസ്റ്റ് ഇതൊരു പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമ്മൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ കൺസിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷനിലുള്ള സ്കാറ്റർ ഡയഗ്രം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കാറ്റർ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ, അതിൽ വ്യത്യസ്ത ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസ് ആർ, ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസുകളാണുള്ളത്. ഏതൊക്കെയാണത്? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ഏതാണ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷനും. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണമാണ് എന്തുള്ളത്, പ്രധാനപ്പെട്ട കോറിലേഷൻ കോഎഫിഷ്യൻറ്റുകളുള്ളത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് ഇത്, കാൾ പിയേഴ്സണും കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതുപോലെ സ്പിയർമാൻ റാങ്ക് കോറിലേഷനും. ഓക്കെ, ഈ രണ്ടിലേതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ ചാൻസുകളുള്ളത് സ്പിയർമാൻ റാങ്ക് കോറിലേഷനാണ്. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്ത് നോക്കാം, എന്താണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താണ്, ഹി സജസ്റ്റഡ് ഇൻ എ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഈ ഒരു പോയിൻ്റാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാത്തമാറ്റിക്കൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് അല്ലേ. നമ്മൾ എന്തായിരുന്നു നമ്മുടെ സ്കാറ്റർ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഗ്രാഫിക്കൽ മെത്തേഡിൽ കോറിലേഷൻസ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷനും പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് മാത്തമാറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്, നമ്മുടെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലേ. നമ്മൾ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതായത് ഡസ് നോട്ട് ഗിവ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് കോറിലേഷൻ അല്ലേ. എത്ര എമൗണ്ട് ഓഫ് കോറിലേഷൻ, എത്ര പെർസെൻറ്റേജ് റിലേഷൻ ഉണ്ട് എന്നുള്ള നമ്മൾ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, പറയാൻ കഴിയില്ലായിരുന്നു നമുക്ക് ഇതിൽ സ്കാറ്റർ ഡയഗ്രത്തിൽ. ബട്ട് കാൾ പിയേഴ്സൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോയിന്റാണ്, നമ്മൾ കോറിലേഷൻ കാൾ പിയേഴ്സൺ കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ലെറ്റർ ആർ ആണ്. ലെറ്റർ ആറിലൂടെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള സംഭവം സ്റ്റഡി ചെയ്യുന്നതിനുള്ള നമ്മൾ കോറിലേഷൻ പറയാം. ഇവിടെ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് വേരിയബിളുകളിലെ ഒന്നിനെ എക്സും മറ്റൊന്നിനെ എന്തായിട്ട് എടുക്കുന്നു, വൈ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, ആർ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ നമ്മളെ കോറിലേഷൻ, എക്സും വൈൻ്റെയും കോറിലേഷൻ, അതാണ് ഇവിടെ ഈ ആർ എക്സ് കോമ വൈ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇക്വേഷൻ എന്താണ്, കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പോൾ കോറിലേഷൻ കാണാനുള്ള കാൾ പിയേഴ്സൺ ആറ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സിമ്പിളാണ്. എന്താണ്, കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇവിടെ നോക്കൂ, കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയണം, എന്നെങ്കിലും നമുക്കിത് അറിയുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക, 1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, ഞാൻ ഓൾറെഡി നോട്ടിൽ എഴുതിയിട്ടുള്ള ആ ഒരു പോർഷൻ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് മുതൽ ഞാനിത് ഇക്വേഷൻസൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ച് തരണോ വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇക്വേഷൻസൊക്കെ എഴുതി കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സമയം അധികം ലെങ്ത്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ എഴുതി നോട്ട്സ് എഴുതിയത് നിങ്ങളുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെ കാണാം, 1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, അപ്പം നമ്മളെ
ടോപ്പിലുള്ളത് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാണുന്നത് എങ്ങനെയാണ്? സിമ്പിളാണ്. √1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എന്താണ്? √1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്താൽ കിട്ടും. സോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ഇങ്ങനെയാണ് √1/n ഇൻറ്റു സിഗ്മ y മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടും. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? r is equal to 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു y മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു √1/n ഇൻറ്റു സിഗ്മ y മൈനസ് വൈ ബാർ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും ഇക്വേഷൻസിനെ നോക്കുക. നിങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r is equal to 1/n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഡിവൈഡഡ് ബൈ √1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ √1/n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ബാർ. ഓക്കെ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, വലുതായിട്ട് മൈൻഡ് ചെയ്യണമെന്നില്ല. സോ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് കേട്ടോ. നോക്കി എന്താണ് ഇവിടെ പറയുന്നത്? r is equal to n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ √n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു √n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതലും പ്രോബ്ലംസുകൾ ചെയ്യാൻ വരിക. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഏത്, ഈ ഒരു രണ്ട് ഇക്വേഷൻസും. ഓക്കെ, ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്യൽ വളരെ കുറവാണ്. ബട്ട് നമ്മളെന്താ ഇതേപോലത്തെ ഐറ്റംസുകൾ തന്നാൽ നമ്മളത് വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു 3 ഇക്വേഷൻസുകൾ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ സാധനങ്ങൾ തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? സോ ഇനി എക്സ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വൈ ബാർ എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയണം. നമുക്കറിയാതെ പറ്റില്ലല്ലോ അല്ലേ? എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ, അതുപോലെ വൈ ബാർ കണ്ടുപിടിക്കാൻ സിഗ്മ വൈ ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ബാറും വൈ ബാറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻസുകൾ നമ്മൾ ഓർമ്മയിൽ വേണം. നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് ഏത് ഇക്വേഷൻസാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, സോ നോക്കുക. ഇനി നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ, നമ്മൾ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് കോറിലേഷനാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിങ്ങനെ ആൻസർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കോറിലേഷൻ കിട്ടുന്നത് എന്തായിരിക്കണം? ഈ ഒരു 5 ഐറ്റത്തിനുള്ളിലായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏത് ഐറ്റത്തിലാണ് പെടുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ r is equal to +1, കറക്റ്റ് 1 എന്ന ആൻസർ കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഏതായിരിക്കും മക്കളെ? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനിയോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നത് കറക്റ്റ് -1 ആണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. എന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി ഇതങ്ങനെ കാണുന്ന r നിങ്ങൾക്ക് എന്തായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 0 എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നമ്മളെ കോറിലേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 കോറിലേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കോറിലേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഇനിയുള്ള രണ്ടെണ്ണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഇഫ് 0 ലെസ് ദാൻ r ലെസ് ദാൻ +1 കോറിലേഷൻ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കോറിലേഷന് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് 0 മുതൽ ബിലോ 1 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? കോറിലേഷൻ പോസിറ്റീവ് ആണെന്ന് വിളിക്കാൻ പറ്റും. ഇനിയോ ഇഫ് -1 ലെസ് ദാൻ r ലെസ് ദാൻ 0 കോറിലേഷൻ ഈസ് നെഗറ്റീവ്. ഇനി 0-ൻ്റെയും -1-ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? കോറിലേഷൻ ഈസ് നെഗറ്റീവ് എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ 5 ഐറ്റംസും പറഞ്ഞിട്ടുണ്ടല്ലേ? പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, 0 പെർഫെക്റ്റ് പോസിറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതിൽ ഏതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏതിലാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വരിക എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ, നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The following gives the scores obtained in statistics and economics out of 50 by 10 students in a class. Okay,
ക്വസ്റ്റ്യൻ ഞാൻ നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് തന്നെ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ള നോട്ട്സ് കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഒന്നുകൂടെ പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ മുതൽ വെച്ച് ഞാൻ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം. ബിക്കോസ് നമുക്ക് വീഡിയോയുടെ ലെങ്ത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിക്സിലും എക്കണോമിക്സിൻ്റെയും എക്സാം എഴുതിയ 50 കുട്ടികളിൽ 10 കുട്ടികളുടെ മാർക്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെയും എക്കണോമിക്സിൻ്റെയും കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോടിവിടെ പറയുന്നത്. ഫൈൻഡ് ഔട്ട് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലേ. ഇവിടെ മാർക്സുകൾ നോക്കിയാൽ കാണാം, സ്റ്റാറ്റിക്സ് എക്കണോമിക്സ് അല്ലേ. സ്റ്റാറ്റിക്സിൽ 18, 25, 5, 31, 12, 22, 28, 23, 38, 45. എക്കണോമിക്സിലോ 16, 34, 12, 28, 21, 25, 31, 27, 29, 40 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടിലുള്ള മാർക്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക്സ് നമ്മൾ എക്സ് ആക്കുന്നു, എക്കണോമിക്സ് നമ്മൾ എന്താക്കുന്നു, വൈ ആക്കുന്നു. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾ ഏത് പരസ്പരം മാറി എടുത്തു കഴിഞ്ഞാലും ദർ ഇസ് നോ പ്രോബ്ലം. നിങ്ങളിപ്പോൾ എക്കണോമിക്സ് എക്സ് എടുത്താലും സ്റ്റാറ്റിക്സ് വൈ എടുത്താലും നമ്മുടെ ആൻസേഴ്സിലൊന്നും എന്തുണ്ടായിരിക്കില്ല, ചേഞ്ച് ഉണ്ടായിരിക്കില്ല. മേ ബി നമ്മൾ എടുക്കുന്ന ടോട്ടൽസിൽ നമ്മൾ ഇക്വേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എമൗണ്ടുകളിൽ ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. ബട്ട് അവർ ഫൈനൽ ആൻസർ വിൽ ബി ദ സെയിം. ഓക്കെ, മനസ്സിലായോ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സും വൈയും ഉണ്ടല്ലോ ഇവിടെ. ആ എക്സും വൈയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എഴുതുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, എക്സ് എന്നുള്ളൊരു കോളം കൊടുത്തു, നമ്മൾ അതുപോലെ തന്നെ എന്തും കൊടുത്തു, വൈ എന്നുള്ളൊരു കോളം കൊടുത്തു. എക്സിലെ മാർക്സ് അഥവാ എക്സ് ചെയ്തായിരുന്നു നമ്മളിവിടെ സ്റ്റാറ്റിക്സ് ആയിരുന്നു അല്ലേ. എക്സ് സ്റ്റാറ്റിക്സ് ആയിരുന്നു. സ്റ്റാറ്റിക്സിലെ മാർക്സുകൾ നമ്മൾ നേരെ അടിയിലേക്ക് എഴുതി, 18 മുതൽ 45 വരെ എഴുതി. ഇനി നമ്മുടെ എക്കണോമിക്സിലെ മാർക്ക് 16 to 40 വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തു, അടിയിലേക്ക് എഴുതി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഈ എക്സും വൈയും നമ്മൾ ടോട്ടൽ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ കോളംസ് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. 18 + 25 + 5 + 31 + 12 + 22 + 28 + 23 + 38 + 45 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും, 247 എന്ന് കിട്ടും. എത്ര കിട്ടും, 247 കിട്ടും. ഈ 247 എന്താണ്, ഇത് എക്സിൻ്റെ കോളമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിഗ്മ എക്സ് അല്ലേ. സിഗ്മ എക്സ് അല്ലേ 247 കിട്ടുക മക്കളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, സിഗ്മ എക്സ് 247 നമുക്കിവിടെ കൊടുക്കാം അല്ലേ. ദെൻ ഇനി അതുപോലെ നമ്മൾ വൈ ടോട്ടൽ ചെയ്യണം. 16 + 34 + 12 + 28 + 21 + 25 + 31 + 27 + 29 + 40 = 263 കിട്ടും. അപ്പോൾ ഇതെന്താണ്, വൈ കോളമാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ത് പേരിലാണ് അറിയപ്പെടുക, സിഗ്മ വൈ എന്നാണ് അറിയപ്പെടുക അല്ലേ. അപ്പോൾ സിഗ്മ വൈ നമ്മളിവിടെ ഇത് എത്രയാണ്, 263. ഇതൊക്കെ നിങ്ങൾ കോളം വരച്ച് ചെയ്യണം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ കോളം വരച്ചിട്ട് തന്നെ ചെയ്യണം. സിഗ്മ വൈ നമുക്ക് എത്ര കിട്ടി, 263 കിട്ടിയില്ലേ. ദെൻ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, x² ഉണ്ട്, y² ഉണ്ട്, xy ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 5 കോളംസുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, എക്സ് വൈ, x², y², xy. ഓക്കെ, സോ ഇനി നമ്മൾ x² കാണണം അല്ലേ. അപ്പോൾ x² കാണാൻ സുഖമാണ് അല്ലേ. 18ൻ്റെ സ്ക്വയർ 324, 25ൻ്റെ സ്ക്വയർ 625, 5ൻ്റെത് 25, 31ൻ്റെത് 961, 12ൻ്റെ 144, 22ൻ്റെ 484, 28 784, 23 529, 38 1444, 45 2025. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7345 കിട്ടും. സോ വിച്ച് മീൻസ് ഇത് എന്താണ്, സിഗ്മ x² ആണ് നമുക്ക് എത്ര കിട്ടുന്നത്, 7345 കിട്ടുന്നത്. ഓക്കെ ആയോ, ക്ലിയർ അല്ലേ, ഫൈൻ. ദെൻ ഇനി y² കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ ഇതെന്താണ്, സിഗ്മ x² നമ്മളോട് എഴുതിയിട്ടുണ്ട് 7345. ഇനി നമുക്ക് എന്ത് കാണണം, y² കാണണം. 16ൻ്റെ സ്ക്വയർ 286, 34 1156, 12 144, 28 784, 21 441, 25 625, 31 961, 27 729, 29 841, 40 1600. സോ ടോട്ടൽ വിൽ ബി 7530 ആൻഡ് ഇറ്റ്സ് വിൽ ബി ദ സിഗ്മ y² അല്ലേ. സിഗ്മ y² നമുക്ക് എത്ര കിട്ടി, 7537 എന്ന് കിട്ടി. ക്ലിയർ ആയോ, സിമ്പിൾ അല്ലേ, 7537 കിട്ടി. ഓക്കെ, ദെൻ ഇനി xy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ എക്സും വൈയും തമ്മിൽ ഗുണിക്കുന്നത് അല്ലേ. 18 × 16 എത്ര, 288, 25 × 34 880, 5 × 12 60,
31 × 28 868, 12 × 21 252, 22 × 25 580, 28 × 31 868, 23 × 27 621, 38 × 29 1102, 45 × 40 എത്ര 1800. ദെൻ അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7259 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ടോട്ടലാണ്? സിഗ്മ എക്സ് വൈയുടെ ടോട്ടൽ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എക്സ് വൈയും 7259 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പണി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളെ ഇക്വേഷൻസ് എടുക്കുക. ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ? ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ് വൈ എന്നുള്ള രീതിയിൽ തരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പത്തിനെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോക്കുക. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എന്താണ്? R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ, ദെൻ √n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലാണ് ഇവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ അറിയാം എന്താണ് നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ, നമ്മൾ n നമുക്കറിയാം എത്രയാണ്? ഇവിടെ n എത്ര മക്കളെ? 10 അല്ലേ? 1 2 3 ഇല്ല, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? 10 സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു നമ്മളല്ലേ? 10 × സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എത്രയാണ്? ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക്. സിഗ്മ എക്സ് വൈ 7259. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു 10 × 7259 മൈനസ് ഇക്വേഷൻ പ്രകാരം സിഗ്മ എക്സ് സിഗ്മ വൈ. സിഗ്മ എക്സ് ഇവിടെ എത്ര ഉണ്ട്? 247 ഉണ്ട്. സിഗ്മ വൈ 263 ഉണ്ട്. അവിടെ അപ്ലൈ ചെയ്യുന്നു 247 × 263 അപ്ലൈ ചെയ്യുന്നു അല്ലേ? 247 × 263 അപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ഇനെന്താ വരുന്നത്? √n × സിഗ്മ എക്സ് സ്ക്വയർ. n എത്രയാണ്? നമുക്കറിയാം 10. സിഗ്മ എക്സ് സ്ക്വയർ അറിയണം. സിഗ്മ എക്സ് സ്ക്വയർ നോക്കൂ, നിങ്ങളിവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 7345 ആണ്. അത് നമ്മളിവിടെ സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 7345. 10 × 7345 മൈനസ് ഇനി ഇവിടെ എന്താ വേണ്ടേ? സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പറയുന്നത്? സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് ഇവിടെ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 247 ആണല്ലോ അല്ലേ? അപ്പോൾ 247ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ വരിക, ഇവിടെ വരേണ്ടത്. അല്ലാതെ എന്തല്ല, നമ്മൾ ഈ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ വീണ്ടും കാണാൻ പോകരുത് കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ കാണാൻ പോകരുത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സിഗ്മ എക്സ് ബ്രാക്കറ്റ് പിന്നെയാണ് സ്ക്വയർ ഉള്ളത്. അങ്ങനെ ആകുമ്പം ഈ 247ൻ്റെ സ്ക്വയർ കാണും. 247ൻ്റെ സ്ക്വയർ ഇവിടെ നോക്കും നിങ്ങൾ, 247ൻ്റെ സ്ക്വയർ. അതേപോലെ വൈയുടെ വരുമ്പോൾ എന്താണ്? ഇവിടെ എന്താണ്? n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ. ഇപ്പോൾ സിഗ്മ വൈ സ്ക്വയർ നമുക്ക് ഇവിടെ അറിയാത്തതാണ് 7537. 10 × 7537 മൈനസ് സിഗ്മ വൈ നമുക്കറിയാം 263, അതിൻ്റെ സ്ക്വയർ കാണാം. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാണ്? 10 × 7259 ചെയ്യുമ്പം 72590 മൈനസ് 247 × 263 ചെയ്യുമ്പോൾ 64961 ഡിവൈഡഡ് ബൈ √73450 മൈനസ് 61009 ഇൻറ്റു √75370 മൈനസ് 69169 കിട്ടും. അങ്ങനെ അത് വീണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 7629 ഡിവൈഡഡ് ബൈ √12441 √6201. അതിൻ്റെ റൂട്ട്സുകൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 111.5 × 78.7 കിട്ടും. അപ്പം 76 ഡിവൈഡ് ബൈ 29 ഇസ് ഈക്വൽ ടു 87.7505 ഉണ്ടാവില്ല. ഇവിടെ പോയിൻറ്റിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്. 877.505 ആണ് വരിക കേട്ടോ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും ഇത് ചെയ്യുന്ന സമയത്ത്. 877.505 ആണ് ഉണ്ടാവുക. അപ്പോൾ 7629 ബൈ 877.505 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.869 കിട്ടും. എന്താണ്? 0.869 കിട്ടും. അപ്പോൾ 0.869 ആകുമ്പോൾ നമ്മുടെ ഏത് കോറിലേഷനാണ് വരാൻ നോക്കണം. 0 ആണോ, പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ, പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ നോക്കണം. അപ്പോൾ 0.869 അല്ലേ? നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോയി നോക്കുക നമുക്ക്. ഇവിടെ ഏതാ വരിക? 0 മുതൽ 1 വരെ അല്ലേ? അപ്പോൾ ഇത് ഏതാ വരിക? പോസിറ്റീവ് അല്ലേ? 0 to 1 എന്ന് പറയുമ്പം അതിലല്ലേ 0.89 കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാന്ന് പറയാൻ പറ്റും? പോസിറ്റീവാന്ന് പറയാൻ പറ്റും അല്ലേ? സോ നമുക്ക് ആൻസർ എന്ത് പറയാം? ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ബിറ്റ്വീൻ 0 and 1. Therefore, correlation between score in statics and economics is a positive അല്ലേ?
0ൻ്റെയും 1ൻ്റെയും ഇടയിലായതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോറിലേഷൻ കോഎഫിഷ്യൻസിലെ പ്രോബ്ലംസുകൾ ചെയ്യാം. ഓക്കെ, ഇതേപോലത്തെ പ്രോബ്ലംസുകൾ നിങ്ങളുടെ ബുക്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇനിയും 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യും. വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മൾ ചെയ്യുക. സോ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നിങ്ങളൊന്ന് സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സും വൈയും നിങ്ങൾക്ക് പരസ്പരം മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എക്സ് ബാറും വൈ ബാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം. ബട്ട് ഈ ടോട്ടൽസ് വിൽ ബി ദ സെയിം. ഓക്കെ, ആൻഡ് ആൻസേഴ്സ് ആൾസോ വിൽ ബി ദ സെയിം ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതാണ് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ തന്നെ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്ത ഭാഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.